ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കൊരു കിച്ചണിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കിച്ചണിൻ്റെ ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ കൂടാതെ തന്നെ വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോ കിച്ചൺ രീതിയിലാണ് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഷോ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അത്രയേ ഉള്ളൂ, നമ്മുടെ കിച്ചണിൻ്റെ ഏരിയകളിലൊക്കെ പ്ലൈവുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തണുപ്പ്, അതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയകളായതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് മൾട്ടിവുഡ് അതുപോലുള്ള മെറ്റീരിയൽസാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ ഇറ്റാലിയൻ മാർബിൾസ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൾട്ടിവുഡിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡ്രോകളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അതിൻ്റെ കബോർഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ ഏരിയ പൊസിഷൻ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഏരിയ എവിടെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹോബ്, ചിമ്മണി, ഇത്രയാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ട സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ചിമ്മണി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു കൗണ്ടർ പോലെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കബോർഡുകളെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഏരിയയിൽ നമ്മൾ ചിമ്മണി വെച്ചു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡുകളിലായിട്ട് കണ്ടോ, ഇപ്പുറത്തെ സൈഡുകളിൽ സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണ്ടോ, ഈ ഏരിയയിൽ കണ്ടോ സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മോട്ടറിൻ്റെ സ്വിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങേ അറ്റത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയോ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സോസ്റ്റിനുള്ള പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ചിമ്മിണി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ് നമുക്ക് ചിമ്മിണിയുടെ ഔട്ട്, അതായത് ഹോബിൻ്റെ ഔട്ട് 6 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 4 ഇഞ്ച് പൈപ്പ് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നേണ്ടി വരും. ഇത് മെയിനായിട്ട് വരുന്ന എൻട്രൻസിലേക്ക് വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ചുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ LED സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് പ്രൊഫൈലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഫൈലിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ആ പ്രൊഫൈലിൻ്റെ ചാനലിന് വേണ്ടിയിട്ട് തന്നെ ഒരു പൊഴി കറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആ പ്രൊഫൈലിൻ്റെ പൊഴി നമ്മൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈലിൽ അതിൻ്റെ ചാനൽ കറക്റ്റ് അതിലേക്ക് കയറ്റി വെച്ച് LED സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു സിങ്കോ കാര്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും മൊത്തം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കബോർഡ് കാര്യങ്ങൾ മൊത്തം നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന സ്ഥലം, അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലം ഈ വർക്ക് ഏരിയ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെ പല രീതിയിലുള്ള ക്വാളിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.